പിന്നെ അടുത്ത നടപടി എളിമപ്പെടലേ ഉള്ളൂ. എളിമപ്പെടുത്താൻ വേണ്ടി ഒരു ഭാഗമായിട്ടാണ് ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, അത് വിട്ടുവീഴ്ച, ഇതെല്ലാം എളിമപ്പെടലിൻ്റെ ഭാഗമാണ് ശരിക്കും. ഇപ്പം നമ്മൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞില്ലേ? ഇപ്പം നമ്മൾ വിശ്വാസവും ശരണവും പരാജയപ്പെട്ട അപ്പം തന്നെ വിശ്വാസി എന്തു ചെയ്യണം? ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. കാര്യം നമ്മൾ ക്ഷമ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥ, മാപ്പ് ചോദിക്കേണ്ട അവസ്ഥ വരുമ്പോൾ ചില ആൾക്കാർ കൊന്നാലും ചോദിക്കത്തില്ല. അപ്പോഴും മനസ്സിലാക്കണം, ഈഗോ അതിൻ്റെ എല്ലാ പവറോടും കൂടി നമ്മളിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ മാപ്പ് ചോദിക്കാത്തത്. കർത്താവ് പറഞ്ഞിരിക്കണത്, നിന്നോട് തെറ്റ് ചെയ്താൽ പോലും നീ അങ്ങോട്ട് ചെന്നിട്ട് മാപ്പാക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ എൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത്? എളിമപ്പെടണമെന്നാണ് എൻ്റെ ഉദ്ദേശം. കാര്യം വെച്ച് കഴിഞ്ഞാൽ സാധാരണ അനുഗ്രഹം കൊണ്ട് ചില കാര്യങ്ങൾ നടക്കും, ചിലത് നടക്കത്തില്ല. നടക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഒരു ഭൗതികമായ ആനുകൂല്യം, ഫിസിക്കൽ ഫേവേഴ്സ്, ഫിസിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന ഫിസിക്കൽ ഫേവേഴ്സ് നമുക്ക് ലഭിക്കുമ്പോൾ നീ ദൈവ പൈതലാണെങ്കിൽ ആ ഭൗതിക ആനുകൂല്യത്തിലൂടെ ആത്മാവിൻ്റെ പുണ്യം കൂടി കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ടാവും. മനസ്സിലായില്ല? ആത്മാവിൻ്റെ പുണ്യം എന്ന് പറയുന്നത് നിനക്ക് IELTS പാസ്സായത് കൊണ്ട്, കാനഡയിൽ പോയത് കൊണ്ട് കിട്ടത്തില്ല. അത് ദൈവിക പുണ്യങ്ങൾ കൊണ്ടാണ് ആത്മാവിൻ്റെ പുണ്യങ്ങൾ കിട്ടുന്നത്. അപ്പം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും? ദൈവം നമ്മളെ എളിമപ്പെടുത്തും. അതുകൊണ്ടാണ് ദൈവം എളിമയുള്ളവർക്ക് കൃപ നൽകുന്നുവെന്ന് ഇപ്പം നമ്മൾ യാക്കോബ് 4:6, 1 Petrus 5:6 എന്താ പറയുക? 1 Petrus 5:5, 1 Petrus 5:6 എന്താ പറയുക? ദൈവം വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു, എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു. ആ കൃപ കിട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? കൃപയ്ക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഭൗതിക കൃപയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ നടക്കും. ആത്മാവിനത് പുണ്യമായി മാറിയിട്ട് ആത്മാവ് വിശുദ്ധന്മാരെ പോലെ പുണ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ചില ദൈവത്തിൽ നിന്ന് മാറാതെ നടക്കുന്ന ആൾക്കാരുടെ പ്രാർത്ഥന കേൾക്കാൻ താമസിക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ വണ്ടടിക്കും, എടാ നമ്മളും ദൈവത്തിൽ നിന്ന് മാറാതെ നടക്കണം, പക്ഷെ നമ്മുടെ കാര്യങ്ങളൊക്കെ താമസിച്ചാണ് നടക്കുന്നത്. ഇതെന്ത് പരിപാടി? അപ്പോൾ പ്രാർത്ഥന കൊണ്ട് എന്താ പ്രയോജനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സാധാരണ ബ്ലെസ്സിങ്സ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, കൃപയാണ്, ഗ്രേസാണ്. ഗ്രേസിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഭൗതിക ആനുകൂല്യമുണ്ട്, കാരണം ഗ്രേസിൻ്റെ പവറിൻ്റെ ഇഫക്റ്റാണത്. മറിച്ച് ആത്മാവിൻ്റെ പ്രസാദപരമുണ്ട്. അത് നിത്യതയിൽ നിനക്ക് കർത്താവിനെ അനുഭവിക്കാൻ സഹായകമാണ്. ഈ നിത്യതയിൽ കർത്താവിനെ അനുഭവിക്കാൻ സഹായകമായ പ്രസാദപരം നേടാൻ നമുക്ക് വേറെ മാർഗമില്ല. ഈ ഭൗതിക സമ്മർദ്ദം മാത്രമേ ഉള്ളൂ. ഇപ്പം ദൈവത്തിൽ ഇപ്പം നിൻ്റെ ജോലി താമസിച്ചു, നിൻ്റെ വിവാഹം താമസിച്ചു, നിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകണം താമസിച്ചു എന്നൊക്കെ പറയുമ്പോൾ ദൈവം അത് കൃപയിലൂടെ നീ നേടാൻ വേണ്ടി സാവകാശം തരണതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കാൻ കാരണം. കൈ അടിച്ചു കർത്താവിനെ ചൊല്ലുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പിന്നെ പ്രാർത്ഥനയിൽ ചലിക്കാതിരിക്കാൻ ഒരിക്കലും നമ്മൾ, കാര്യം പ്രാർത്ഥനയിൽ ഒരിക്കലും ഒരു മുമ്പോട്ടല്ലാതെ ഒരു സ്ഥാനമില്ല. നീ സ്റ്റക്കായി നിൽക്കണമെന്ന് വിചാരിച്ചോ? അങ്ങനെ ഒരു സ്ഥാനമില്ല. അത് നെഗറ്റീവായിട്ടാണ് കൗണ്ട് ചെയ്യത്തുള്ളൂ.
നിനക്ക് മുന്നോട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. നിൽക്കുക എന്നുള്ള ഒരു നമുക്ക് 3 പൊസിഷനുണ്ട്. മുമ്പോട്ട് പോകാം, നിൽക്കാം, പുറകോട്ട് പോകാം. പക്ഷേ ആധ്യാത്മിക ജീവിതത്തിൽ ഒറ്റ പ്രവേഗമേ ഉള്ളൂ, മുമ്പോട്ട് മാത്രമേ ഉള്ളൂ. നിൽക്കുക എന്ന് വെച്ചാൽ അത് നെഗറ്റീവാണ്. പ്രാർത്ഥന ഡെഡായെന്ന് എൻ്റെ അർത്ഥം. പ്രാർത്ഥന കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കാതിരിക്കണതും പ്രാർത്ഥനയ്ക്ക് താല്പര്യം കുറഞ്ഞതുമൊക്കെയല്ല, അതെല്ലാം നീ പിന്നോട്ട് പോയതിൻ്റെ സൂചനകളായിട്ടാണ് കൗണ്ട് ചെയ്യപ്പെടുന്നത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് വിഷയാധിഷ്ഠിതമാകും. നമുക്ക് ഇപ്പം നീ ഇപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റെന്ന് വിചാരിച്ചോ, ഉടനെ നീ എന്നാ ചെയ്യും? നീ ഒരു പരീക്ഷയ്ക്ക് തോറ്റു എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് നീ തോറ്റു, റിസൾട്ട് വന്നപ്പോൾ നീ തോറ്റു. അപ്പോൾ നീ എന്നാ ചെയ്യും? ഇന്നലെ ഈ റിസൾട്ട് വന്നത് വരെ കാണിക്കണ തീഷ്ണത തോറ്റ് കഴിഞ്ഞ് നമുക്ക് കാണിക്കത്തില്ല, ഇല്ലേ? അപ്പോൾ നമ്മൾ ദൈവത്തിന് പിടികൊടുത്ത പോലെയായി പോകും. അപ്പോൾ ഈ റിസൾട്ട് വരണത് വരെയുള്ള തീഷ്ണത റിസൾട്ട് വന്ന് തോറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണിക്കണില്ല. അപ്പോൾ എന്നാ പ്രശ്നം എന്ന് അറിയാം? അവിടെ വരാൻ പറഞ്ഞ പ്രശ്നം, അച്ഛൻ്റെ സ്വകാര്യ ഭാഷ പറഞ്ഞ ദൈവത്തിന് പിടികൊടുക്കാതിരിക്കുന്നതാണ് ആധ്യാത്മികമായ ബുദ്ധി. കാര്യം നീ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവത്തോടുള്ള ബന്ധമെങ്കിൽ അത് വ്യക്തിബന്ധമല്ല, വിഷയബന്ധമാണ്. പറഞ്ഞ മനസ്സിലായ? വ്യക്തിബന്ധം. നമുക്ക് ദൈവമായിട്ട് എന്ത് ബന്ധമാണ് വേണ്ടത്? വ്യക്തിബന്ധമാണ് വേണ്ടത്. പക്ഷെ എന്താ പ്രശ്നിക്കണത്? നിൻ്റെ ജോലി അല്ലെങ്കിൽ ബാങ്ക് ലോൺ തരാമെന്ന് പറഞ്ഞ് തന്നില്ല, അല്ലെങ്കിൽ രോഗം സുഖപ്പെടാമെന്ന് പറഞ്ഞു സുഖപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നീ പഴയതുപോലെ പ്രാർത്ഥനയുടെ തീഷ്ണത കാണിക്കണില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റിയിരിക്കണത്? ആ വിഷയത്തിലാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പം നിനക്കും ദൈവവും തമ്മിലുള്ള ബന്ധമെന്താ? വിഷയബന്ധമാണ്, വ്യക്തിബന്ധമല്ല. ദൈവത്തോട് എന്ത് ബന്ധമാണ് വേണ്ടത്? അതാണ് ഹബക്കുക്ക് പറയണത് 3:17 ആലയിൽ ആടറ്റുപോയാലും ഭൂമി വിളവ് തന്നില്ലെങ്കിലും കർത്താവേ നിന്നോടുള്ള ശരണത്തിനും സ്നേഹത്തിനും ഒരു കുറവുണ്ടാവത്തില്ല. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ.